സിംബാസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അവക്കാഡോ പ്ലാന്റ് റിപ്പോർട്ട് ചെയ്യാം. ഞാൻ ഇത് ഒരു 6 മാസം ആയി കാണും ഈ പ്ലാന്റ് വാങ്ങിയിട്ട്. ഇത് ഈ ഒരു കവറിലേക്കാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ കരിയില എടുത്തിട്ടുണ്ട്, പിന്നെ ചാണകപ്പൊടി, മണ്ണ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് ചകിരിച്ചോറ്. ചാണകപ്പൊടിയും മണ്ണും ഏകദേശം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ആ മണ്ണിലുള്ള കല്ലും ബാക്കി കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്, അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ബക്കറ്റ് ചാണകപ്പൊടി, ഒരു കപ്പ് എല്ലുപൊടി, ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ഒരു അര ബക്കറ്റ് ചകിരിച്ചോറ്. കാരണം എന്ന് വെച്ചാൽ ഈ അവക്കാഡോ പ്ലാന്റിന് നല്ല ഇളക്കമുള്ള മണ്ണാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നടുന്ന വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ചൗട്ട വണ്ണ് അതിൻ്റെ പേര്. അതിൻ്റെ വെറൈറ്റീൻ്റെ പേര് ചൗട്ട വണ്ണാണ്. ഈ ചൗട്ട വണ്ണ് എന്ന് പറയുന്ന വെറൈറ്റി ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കാഴ്ച കിട്ടും. അവിടെ ഈ ഫ്രൂട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. അതിൻ്റെ ഫ്ലഷിന് പീൽ യെല്ലോ കളറാണ് ഉണ്ടാവും. ഈ ഒരു അവക്കാഡോ ഫ്രൂട്ട് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട്, ഫ്ലവർ ചെയ്ത് പാകമായി കിട്ടാൻ ഏകദേശം ഒരു 4 മാസം എടുക്കും. ട്രോപ്പിക്കൽ വെറൈറ്റിയിൽ നമ്പർ 1 വെറൈറ്റിയാണ് ഈ പറയുന്ന ചൗട്ട വണ്ണ്. നിങ്ങൾ ഈ പ്ലാന്റ് നിലത്താണ് നടുന്നുണ്ടെങ്കിൽ ഒരു 2 അടി സമചതുരത്തിലുള്ള കുഴി എടുത്തതിന് ശേഷം അതിൽ 10 മുതൽ 20 കിലോ ചാണകപ്പൊടിയും ഒരു 1 മുതൽ 2 കിലോ എല്ലുപൊടിയും ചേർത്തിട്ട് പ്ലാന്റ് നടുക. പ്ലാന്റ് ഒന്ന് വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം ആഴ്ചയിൽ 1-2 തവണ വെള്ളം കൊടുത്താൽ മതിയാവും. പിന്നെ വേനൽക്കാലത്ത് മറ്റ് ചെടികൾക്ക് കൊടുക്കുന്നത് പോലെ ചപ്പ് ചവറിട്ട് പൊത കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രോപ്പിക്കൽ വെറൈറ്റിയിൽ നമ്പർ 1 വെറൈറ്റിയാണ് ഈ ചൗട്ട വണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ താമസിക്കുന്നവരാണെങ്കിൽ, അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഈ ചൗട്ട വണ്ണ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ നമുക്ക് നമ്മളെ പ്ലാന്റ് ഗ്രോ ബാഗിലേക്ക് പ്ലാന്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ ഇതിൻ്റെ വളർച്ചയും ഫ്ലവറിങ്ങും അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവക്കാഡോ പ്ലാന്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവക്കാഡോ പ്ലാന്റിന് രാസവളങ്ങളുടെ ആവശ്യമില്ല. നമ്മളുടെ ജൈവവളമായ ചാണകപ്പൊടിയും എല്ലുപൊടിയും മാത്രമേ വേണ്ടൂ. ഞാനിപ്പോൾ അത് ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ മണ്ണ് മുഴുവൻ നനഞ്ഞ് കിട്ടുന്ന വിധത്തിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സിൻ്റെ ചെടികളും പച്ചക്കറിയുടെ ചെടികളും വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. നമ്മുടെ കുട്ടിക്ക് വിഷമടിക്കാത്ത നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.